ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷാ ചോദ്യം പറഞ്ഞു തരട്ടെ. എല്ലാവരും കേൾക്കാൻ റെഡി ആണോ? ടീച്ചർ പറഞ്ഞു തരട്ടെ. പറഞ്ഞു തരാൻ കേൾക്കാനായി വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ടീച്ചറുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടീച്ചറിന്റെ പേരറിയാലോ, ശ്രുതി എന്നാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഇന്ന് ടീച്ചർ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ്, പരീക്ഷയെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാൻ എല്ലാ ചോദ്യങ്ങളും നമുക്കിങ്ങനെ ചെയ്ത് പഠിക്കാം അല്ലേ. അപ്പോൾ ഒരു ചോദ്യം ടീച്ചർ ഇപ്പൊ പറഞ്ഞു തരാം. എന്താണെന്നറിയോ? വരികൾ കൂട്ടിച്ചേർക്കാം. ഏത് പരീക്ഷ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് ഇത്. നമുക്കൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ ഇത്തരം ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം അല്ലേ, എന്താണെന്ന്. വരികൾ കൂട്ടിച്ചേർക്കാം. ഇതാരെവിടെ ഇരിക്കുന്നേ? ആരാ ഇരിക്കുന്നേ? മത്തങ്ങയാണല്ലേ. തടിയം മത്തങ്ങ തോട്ടത്തിലിരുന്ന്, തോട്ടത്തിലാണ്. തോട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് പാടാണ് മത്തങ്ങ. ഞാനൊരു തടിയൻ മത്തങ്ങ. എന്താ പാടുന്നേ? ഞാനൊരു തടിയൻ മത്തങ്ങ, ഉരുണ്ടിരിക്കും മത്തങ്ങ, എന്നെ കാണാൻ ചേലുണ്ടേ, ഗുണമോ പലതും എനിക്കുണ്ടേ. എന്താ പാടിയ മത്തങ്ങ? ഞാനൊരു തടിയനാണ് അല്ലേ മത്തങ്ങ പാടിയ. പിന്നെ ഇങ്ങനെ ഉരുണ്ടിരിക്കൂന്ന്. പിന്നെയോ എന്നെ കാണാൻ ചേലുണ്ടേന്ന്. മത്തങ്ങനെ കാണാൻ ചേലില്ലേ? നല്ല ഉരുണ്ടിട്ട് നല്ല ചേലുണ്ട് അല്ലേ. ഗുണമോ പലതുണ്ടേന്നാണ് പാടിയത്. അത് മത്തങ്ങയായിരുന്നു കേട്ടോ പാടിയത്. അപ്പൊ മത്തങ്ങയുടെ പാട്ട് കേട്ടിട്ട് മറ്റു പല പച്ചക്കറികൾ ഉണ്ടാവൂലേ. അങ്ങനെ മറ്റു പല പച്ചക്കറികളില് നമ്മുടെ വെണ്ടച്ചേട്ടനും പാടാൻ തുടങ്ങി. എന്താണ്? ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക. ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക. അങ്ങനെയായിരിക്കും അല്ലേ വെണ്ടയ്ക്ക പാടിയിട്ടുണ്ടാവുക. പക്ഷെ ഇത് 2 വരിയുള്ളൂ. ബാക്കി 2 വരി നമ്മൾ ചേർക്കണം. മത്തങ്ങ പാടിയതുപോലെ വെണ്ടയ്ക്കയും പാടിത്തുടങ്ങി. പക്ഷെ 2 വരിയെ വെണ്ടയ്ക്ക പാടിയുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞു കൊടുത്ത് സഹായിക്കണം വെണ്ടയ്ക്കനെ. അപ്പൊ എങ്ങനെ എഴുതുക? ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക. പിന്നെ എന്ത് വരിയാ നിങ്ങൾ എഴുതുക? ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ. ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക, എന്നെ തിന്നാൻ മടി വേണ്ടേ, എന്നിൽ അനവധി ഗുണമുണ്ടേ. നല്ല പാട്ടല്ലേ? എന്നെ തിന്നാൻ ഒരു മടിയും വേണ്ട, എന്നിൽ അനവധി ഗുണമുണ്ടേ എന്നാണ് വെണ്ടക്ക പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കേണ്ടിയിട്ടാണ് വെണ്ടക്ക നമ്മളോട് അങ്ങനെ പറയുന്നത് അല്ലേ. ഇനി ഇതവിടെ ഒരാള് നിൽക്കുന്നുണ്ട്. ആരാ? ഒരു സുന്ദരി തക്കാളി. തക്കാളിനെ പറ്റി നമ്മളിപ്പോൾ എന്തെഴുതും? തക്കാളിക്ക് ചുവന്ന നിറമൊക്കെ ഉണ്ട്. തക്കാളി ഉരുണ്ടിട്ടാണല്ലേ. ഒരുപാട് ഗുണം തക്കാളിക്കുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ. ഞാനൊരു കുഞ്ഞൻ തക്കാളി, ചുവന്ന സുന്ദരി തക്കാളി, ഞാനില്ലാത്തൊരു കറിയുണ്ടോ, എന്നിലെ ഗുണമോ അറിവുണ്ടോ. ഞാനില്ലാണ്ട് നിങ്ങൾ കറിയൊക്കെ വെക്കാറുണ്ടോ? അതുപോലെ എന്നിലെ ഗുണത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെയാണ് തക്കാളി ചോദിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? തക്കാളിയെ പറ്റിയും എഴുതി, വെണ്ടയെ പറ്റിയും എഴുതിയില്ലേ. മത്തനെ പറ്റി മത്തൻ തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ പരീക്ഷയും നമുക്ക് എളുപ്പത്തിൽ എഴുതേണ്ടത്, അതുപോലെ ചിരിച്ചുകൊണ്ട് പരീക്ഷയെ നേരിടേണ്ടത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ മക്കളെല്ലാവരും ലൈവ് കാണണം കേട്ടോ. ലൈവ് ക്ലാസ്സിൽ ഇത്തരം കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.